കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ പ്രതിപ്പട്ടികയിൽ മുതിർന്ന നേതാക്കളും എന്ന വിവരമാണ് വരുന്നത്. മുൻ മന്ത്രി AC മൊയ്തീൻ, CPI മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ ED അനുമതി തേടിയിട്ടുണ്ട്. അതിനിടെ കേസിൽ ചോദ്യം ചെയ്യലിന് K രാധാകൃഷ്ണൻ MP ഹാജരാകില്ല എന്ന വിവരവും വരുന്നുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. ശ്രീകാന്ത്, രണ്ട് കാര്യം. ഒന്ന്, ഇതിലെ പ്രതിപ്പട്ടികയിൽ ഈ മുൻ മന്ത്രി AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാൻ അനുമതി തേടിയതിൽ തീരുമാനം എപ്പോഴുണ്ടാകും? മറ്റൊന്ന്, K രാധാകൃഷ്ണൻ MP ഹാജരാകാൻ കൂടുതൽ സാവകാശം തേടുകയാണോ ഉണ്ടായത്? ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി വിജയകുമാർ. നമ്മുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് മുതിർന്ന നേതാക്കളെ പ്രതി ചേർക്കാൻ അനുമതി തേടി എന്നുള്ള വാർത്ത നേരത്തെ ആദ്യം നമ്മളാണ് നൽകിയത്. ഇപ്പോൾ ആ നേതാക്കളുടെ പേര് കൂടി ഇപ്പോൾ നമ്മൾ നൽകുന്നു. ഒന്ന് മുൻ മന്ത്രി AC മൊയ്തീനാണ്. മറ്റൊന്ന് CPIMന്റെ മുൻ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസാണ്. ഈ രണ്ടു പേരെയും കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ പ്രതി ചേർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുമതി തേടി ഡൽഹിയിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഈ മാസം അന്തിമ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ അനുമതി വൈകില്ല എന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം നേരത്തെ ചോദ്യം ചെയ്ത MK കണ്ണനുണ്ട്. ഈ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് പക്ഷേ ഈ പട്ടികയിൽ നിലവിൽ കാണാനില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ അനുമതി തേടി അയച്ച പട്ടികയിൽ ആ പേരില്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, K രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതുണ്ടായിരുന്നു. ഇന്നായിരുന്നു അതിന് നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം എത്തില്ല എന്ന് EDയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് അമ്മ മരിച്ചതിൻ്റെ ചടങ്ങുകളുണ്ട് ഇന്നും നാളെയുമായി, അതിനാൽ ഹാജരാകാൻ കഴിയില്ല, അത് ED വൃത്തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയേ അന്തിമ കുറ്റപത്രം വയ്ക്കാൻ സാധിക്കൂ എന്നാണ് ED പറയുന്നത്. അത് തിടുക്കപ്പെട്ട് തന്നെ ഉണ്ടാകും. ഈ മാസം നടപടികളെല്ലാം പൂർത്തിയാക്കും എന്നവർ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുൻ മന്ത്രി AC മൊയ്തീനും മുൻ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതിപ്പട്ടികയിലേക്ക് വരുമോ എന്നുള്ളതാണ്. അനുമതി കിട്ടിയാൽ പ്രതിപ്പട്ടികയിൽ അവർ ഉണ്ടാകും.